നമ്മുടെ പുരയിടത്തിൽ ഇന്ന് തൊഴിലുറപ്പ് ചെയ്യുകയാണ്. തൊഴിലുറപ്പിൻ്റെ പേര് മാറി വേറെ രീതിയാണ് വന്നേക്കുന്നത്. തൊഴിലുറപ്പ് ചെയ്യുകയാണ്. ഒരുപാട് ജനങ്ങളുണ്ട്. തൊഴിലുറപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പുരയിടത്തിൽ കളയ്ക്കുന്നുണ്ട്. ഒരുപാട് പണികൾ ചെയ്യുന്നുണ്ട്. ഇതിന് തൊഴിലുറപ്പ് ഇന്നലത്തത് കൊണ്ട് ഇന്ന് തൊഴിലുറപ്പുകാർ ചെയ്തതാണ് ഇതെല്ലാം. ഇരിക്കുന്നതെല്ലാം തൊഴിലുറപ്പിന് വന്ന ആൾക്കാരാണ്. അവരാണ് ഈ തെങ്ങുമോട് മുളകുമോട് എല്ലാം വൃത്തിയാക്കി ഇടുന്നത്, വൃത്തിയാക്കി തരുന്നതെല്ലാം അവരാണ്. വൃത്തിയാക്കുന്നതും എല്ലാ തടികളും കമ്പുകളും എല്ലാം വെട്ടിക്കളയുന്നതും എല്ലാം വൃത്തിയാക്കുന്നതും എല്ലാവരാണ് ചെയ്യുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഈ നിൽക്കുന്നത്. തൊഴിലുറപ്പിന് ഇപ്പോൾ വേറൊരു പേര് വന്നല്ലോ. തൊഴിലുറപ്പ് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. തൊഴിലുറപ്പുകാരാണ് ഈ നിൽക്കുന്നത് മൊത്തവും. ഏകദേശം ഒരു 50 പേരോളം ഉണ്ട്. അങ്ങനെയാണ് നിൽക്കുന്നത്. എല്ലാ ജോലികളും അവർ ചെയ്യുന്നുണ്ട്. തെങ്ങുമോട്, മുളകുമോട്, പിന്നെ റംബൂട്ടാൻ്റെ മൂട്, പ്ലാവിൻ്റെ മൂട്, അടയ്ക്കാമരത്തിൻ്റെ മൂട് എല്ലാം വൃത്തിയാക്കി തരുന്നുണ്ട്. ഇന്ന് തൊട്ട് പിന്നെ തൊഴിലുറപ്പല്ല, അതിന് പകരം മറ്റൊരു പേരാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ആ പേരിൽ അവർ വരുന്നു. ഇന്ന് തൊട്ട് അവർക്ക് 450 രൂപ വീതം ഉണ്ടെന്ന് പത്രത്തിലുണ്ടെന്ന് പറഞ്ഞ് വളരെയധികം സന്തോഷത്തിലാണ് എല്ലാവരും നിൽക്കുന്നത്. വളരെയധികം സന്തോഷത്തിൽ. രാവിലെ ഫോട്ടോ എടുക്കണം, വൈകിട്ടും ഉച്ചയ്ക്കും ഫോട്ടോ എടുക്കണം. രാവിലെ എല്ലാവരും കൂടി ഫോട്ടോ എടുക്കാൻ ഒരു സ്ഥലത്ത് പോകും. അത് കഴിഞ്ഞ് വന്നിട്ട് കാപ്പി കുടിക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് കിളയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ട് മിക്കവരും റെസ്റ്റ് ചെയ്യും. കുറേ സമയം റെസ്റ്റ് ചെയ്യും. 3 മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും ഇറങ്ങും. വീണ്ടും ഒരു 4-4:30 മണിയാകുമ്പോൾ വീട്ടുകാർ തന്നെ ചായയും ഒരേ കടിയും ഒക്കെ കൊടുക്കണം. അതും കഴിച്ചുകൊണ്ട് അവർ പിന്നെ അല്പസമയം കൂടി ജോലി ചെയ്തിട്ട് പോകും. എല്ലാ ജോലികളും അവർ ചെയ്യുന്നുണ്ട്. നമ്മൾ വിചാരിച്ചതുപോലെ അല്ല, എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്നോട്ട് പുതിയ മാറ്റങ്ങളെല്ലാം വന്നേക്കണത്. പുതിയ മാറ്റം വന്നേക്കണോണ്ട് എല്ലാം ചെയ്യുന്നുണ്ട്. ആ വശത്തും ഈ വശത്തും ചെയ്യുന്നുണ്ട്. ഈ വശത്തും അവരെല്ലാം ചെയ്യുന്നുണ്ട്. ഈ വശത്തും ആ വശത്തും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ വശത്തും ചെയ്യുന്നുണ്ട്. ഇപ്പുറത്തെ വശത്ത് പിന്നെ തെങ്ങ്, കമുക്, ജാതി എല്ലാം വൃത്തിയാക്കി ഇട്ട് എല്ലാവരും കൂടി അവിടെ ഇരിക്കുകയാണ്. കുറേ പേര് കൂടി ഇരിക്കുകയാണ്. ഏകദേശം ഒരു 50 പേരോളം ഉണ്ട്. നമ്മളെ പുരയിടം മുഴുവനും കാടായിരുന്നു. ഇന്ന് കാട് മൊത്തം അവർ വെട്ടിത്തെളിച്ച് വൃത്തിയാക്കി എടുത്ത്. കുറച്ച് സമയമേ ജോലി ചെയ്യത്തുള്ളൂ. എങ്കിലും ഒരുപാട് അംഗങ്ങളായതുകൊണ്ട് ഇതേപോലെ എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതേപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തുണ്ടെങ്കിലും അവർ അവിടെ പുരയിടങ്ങളിലൊക്കെ എന്ത് കിടന്നാലും അവർ പറക്കി സൂക്ഷിച്ച് കൊണ്ട് തരുന്നുണ്ട്. ഒരു സാധനങ്ങളും അവരെടുത്തുകൊണ്ട് പോകുന്നില്ല. എൻ്റെ പുരയിടത്തിലാണെങ്കിൽ നിറയെ ചേന, ചേമ്പ്, കൂവ, മഞ്ഞൾ ഇതെല്ലാമാണ് കിടക്കുന്നത്. അവരതെല്ലാം എടുത്ത് നല്ലതുപോലെ സൂക്ഷിച്ച് കൊണ്ട് തരുന്നുണ്ട്. തൊട്ട് തൊഴിലുറപ്പ് ജോലിയില്ല. തൊഴിലുറപ്പിന് പകരമാണ് ഈ വേറൊരു പേരിൽ പ്രധാനമന്ത്രി മോദി പറഞ്ഞ പേരിൽ ഇത് നടത്തുന്നത്. ഇത് എല്ലായിടവും എല്ലാം നമുക്ക് ഒരുപാട് കാടിഞ്ഞിയും കിടപ്പുണ്ട്.
ഒരുപാട് പണിക്കാരുണ്ട്. എല്ലാവരും കൂടെ 2 മണിക്കൂറായാലും എല്ലാവരും കൂടെ ശ്രമിക്കുന്നത് കൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർ ഇങ്ങനെ തന്നെ കാര്യങ്ങളെല്ലാം ഇനി 3-4 ദിവസത്തേക്കൂടെ നമുക്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ടേ ഒരു മതിയാക്കത്തുള്ളൂ. 3-4 ദിവസം കൂടി നല്ലതായിട്ട് ഒരു പണി ചെയ്യും. എന്നാലേ നിർത്തേണ്ടി വരികയുള്ളൂ.